ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അബി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പം ഫോൺ റിങ് ചെയ്യുകയാണേ. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ കേട്ടോ. ഇവളെന്തിനാണാവോ ഇപ്പോൾ വിളിക്കുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഫോൺ എടുക്കുവാണേ. അപ്പോൾ നമ്മുടെ നവ്യ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണേ, ഹലോ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുക കേട്ടോ. നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുവേ. നിനക്ക് എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്ന് അബി അപ്പോഴത്തേക്കും തിരിച്ചങ്ങോട്ടേക്ക് ചോദിക്കും കേട്ടോ. മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്നെ മോളെ ഒന്നും വിളിക്കേണ്ട, അതിന് നല്ല പകട്ടൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷം നീ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ, അതറിയാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചാന്ന് പറയുവേ. അല്ല മോളെ, നീ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര എന്തോ ഒരു വീർപ്പ് മൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നവ്യ പറയുകയാണേ, നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്തോട്ട് പിന്നെയും വേറെ പെണ്ണുങ്ങളെയൊന്നും കൊണ്ടുവരാതിരുന്നാൽ മതി എന്ന് നവ്യ പറയുന്നുണ്ടേ. നീ എന്തൊക്കെയാണ് നവ്യയായി പറയുന്നത് എന്നിങ്ങനെ അഭി ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നവ്യ പറയണേ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചോദിച്ചത്. എൻ്റെ നവ്യ, നീ പോയതിന് ശേഷം എന്തുമാത്രം വിഷമിച്ചെന്ന് നിനക്ക് അറിയുമോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, ആ ദിവസത്തെ പറ്റിയിട്ടൊന്നും പറയണ്ട. ചടങ്ങിനിടയ്ക്ക് അന്നത്തെ ദിവസം തന്നെ മുല്ലപ്പൂ മേടിക്കാൻ പോയിട്ട് നീ കാണിച്ച് കൂട്ടിയതൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയ സ്ഥിതിക്ക് നീ മറ്റുള്ള പെൺകുട്ടികളും കൂടി ചതിക്കാതിരുന്നാൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യ ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അബിയെ വിളിച്ചത് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, അവൻ്റെ മാറ്റം കുറച്ച് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വിശ്വസിക്കണ്ട. ഇങ്ങോട്ട് വന്നപ്പോഴും സ്നേഹം കാണിച്ചിരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വിളിക്കുന്നുമുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും കാര്യസാധ്യത്തിനല്ലാതെ അവനും അവൻ്റെ അമ്മയൊന്നും ഇങ്ങനെ സ്നേഹം കാണിക്കുന്നതല്ല. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ എല്ലാം ശരിയായാൽ മതിയായിരുന്നു എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, ആദ്യം അവൻ്റെ അമ്മയാണ് ശരിയാവേണ്ടത്. അങ്ങനെ മാറിയിരുന്നെങ്കിൽ അവൻ ഈ രീതിയിലാകുമായിരുന്നില്ല. അവൻ ഈ ജന്മം മാറാൻ പോകുന്നില്ല. ആ തറവാട്ടിലെ അംഗം അല്ലല്ലോ. അതിൻ്റെ എല്ലാ കുഴപ്പവും അവനുണ്ട്. അല്ല, വിളിച്ചിട്ട് അബി ഇങ്ങോട്ട് വരുമെന്നെങ്ങാനും പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുവേ. അത് തന്നെ പറഞ്ഞത്, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിനയിക്കാൻ അവനെ നന്നായിട്ട് അറിയാമല്ലോ. അവനെ നന്നാക്കി എടുക്കാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മാത്രമേ അവനെ ഇനി നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവൻ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ചേച്ചിയും കുഞ്ഞും ആ വീട്ടിൽ തന്നെ ഉണ്ടാവും, ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഭർത്താവിൻ്റെ കുറവ് ഒരു കുറവ് തന്നെയല്ല നയനെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് കാണിക്കും നമ്മുടെ ഗോവിന്ദനും കനകയും നന്ദുവും കൂടെ ഇന്ന് പ്ലാൻ ചെയ്യുമോ കേട്ടോ. കനക പറയുകയാണ്, അതെ ഗോവിന്ദേട്ടാ, ഞങ്ങൾ എന്ത് നയനോട് പറഞ്ഞു കഴിഞ്ഞാലും അവളത് സീരിയസ് ആയിട്ട് കാണില്ല, തമാശയായിട്ടേ കാണുള്ളൂ. പക്ഷേ ഗോവിന്ദേട്ടൻ തമാശയൊന്നും പറയുന്ന ആളുകളല്ലല്ലോ, എപ്പോഴും സീരിയസ് അല്ലേ. അപ്പം ഗോവിന്ദേട്ടൻ പറഞ്ഞാൽ അവൾ അനുസരിക്കും, അതുകൊണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടെന്നാലേ ഇത് അവസാനിക്കും എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പം നന്ദവും പറയുന്നുണ്ട്, ശരിയാന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾ 3 പേരും കൂടെ ഭയങ്കര ഇതിലാണല്ലോ, ദേഷ്യത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോവിന്ദൻ പറയുകയാണ്, നമ്മളൊരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ അത് വിളിച്ച് പറയരുത്, എന്നാലും അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി നന്ദിയെങ്കിലും കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുകയാണേ. ഇവിടെ ഇപ്പോൾ അതിന് എന്താ ഉണ്ടായെന്ന് ഇങ്ങനെ നയനെ ചോദിക്കുക. എന്താ ഉണ്ടായെന്ന് മോൾക്ക് അറിയത്തില്ല എന്നിങ്ങനെ ഗോവിന്ദൻ കനപ്പിച്ച് ചോദിക്കുന്നുണ്ട്. മോളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അറുത്ത് മുറിച്ച് കൊടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ കനക അത് മാത്രമാണോ ചോദിച്ചുകൊണ്ട് വരിക. അന്നേരത്തേക്കിനും ഗോവിന്ദൻ നീ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കനകനെ മിണ്ടാതിരുത്തിപ്പിക്കുകയെ. ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി പറയരുതെന്ന് കനകയ്ക്ക് താക്കീതും കൊടുക്കുന്നുണ്ട് കേട്ടോ. മോളാണ് മോളുടെ അമ്മയുടെ ജീവൻ നിലനിർത്തിയത്. അതുപോലെ തന്നെ ജ്വല്ലറി ജോലിക്ക് പോയ മോൾ വെറുതെ അല്ല ശമ്പളം മേടിക്കുന്നത്. നയന കളക്ഷൻസ് ഇന്ന് സ്വർണ്ണം ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരുടെയും മനം കവർന്നിരിക്കുകയാണ്. അതിലൂടെ കോടികൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞുവെന്ന് ആദർശ് എന്നെ പറഞ്ഞു. അതൊന്നും എനിക്കൊരു വിഷയമല്ല. പെൺകുട്ടികൾ കയറി ചെല്ലുന്ന വീട്ടിൽ അവർക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കണം, എന്നാൽ അതിനുള്ള നന്ദി അവർ കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ ഗോവിന്ദൻ തറപ്പിച്ച് പറയുവാണേ. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ടേ, അതിനൊക്കെ അവരെന്ത് നന്ദിയുടെ കാണിച്ചത്, അവരൊക്കെ ഇപ്പം നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക ആരാരെ സ്നേഹിക്കുന്നുണ്ടെന്നാ നീ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുക, നീ മിണ്ടരുത്, ഞാൻ പറഞ്ഞു ഇടയ്ക്ക് കയറി പറയരുതെന്ന്. അങ്ങനെ എല്ലാവരെയും മുള്ളൻ നിർത്തുവാണേ നമ്മുടെ ഗോവിന്ദൻ. നയനയ്ക്ക് ആകെപ്പാടെ ഇങ്ങനെ തിക്കുമുട്ടി നിൽക്കുവാണേ. ഇന്ന് ചടങ്ങ് നടന്നപ്പോൾ എന്താണ് അവിടെ കണ്ടത്? മോളോടൊരു നല്ല വാക്കെങ്കിലും ആദർശിൻ്റെ അമ്മ പറഞ്ഞോ? മോളോട് സംസാരിക്കണ്ട, എന്നാലും മോള് ആ വീടിൻ്റെ ഒരു അംഗമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചോ? ഇല്ലല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ ഗോവിന്ദൻ പറയവേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യന് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എനിക്കും സഹിക്കാൻ പറ്റിയില്ല.
കുറച്ചൊക്കെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് മാറായിരുന്നു, പ്രത്യേകിച്ച് നിൻ്റെ അടുത്ത് എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ടേ. അതെ, അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. മോൾക്ക് വേണമെങ്കിൽ ആദർശിൻ്റെ അടുത്തോട്ട് തിരിച്ചു പോകാം, പക്ഷേ മോളും നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല എന്നിങ്ങനെ ഗോവിന്ദൻ തറപ്പിച്ച് പറയാം കേട്ടോ. അപ്പം നയനയ്ക്ക് ഭയങ്കര അങ്ങ് സങ്കടമായിട്ട് എന്ത് പറയണമെന്നറിയാൻ വേദം മിണ്ടാൻ നിൽക്കുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ കനവക പറയുന്നുണ്ടേ, മോള് കേട്ടല്ലോ അച്ഛൻ പറഞ്ഞ എന്താണെന്ന്. അച്ഛൻ പറഞ്ഞ 100% സത്യമാണ്. അവരെന്താ അങ്ങനെ, കുറച്ചുകൂടെയൊക്കെ ഒരു മര്യാദയോടുകൂടി ചേച്ചിയുടെ അടുത്ത് പെരുമാറായിരുന്നു എന്നിങ്ങനെ നന്ദും പറയുകയാണേ. നയനെ ഒട്ടും പുറകിലല്ല, നയനെ നിന്ന് നാടകം കളിക്കുകയാണേ. അതിന് ഞാനാണ് കരള് കൊടുത്തതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടേ. പോട്ടെ, മോൾ ആ വീട്ടിൽ നിന്നിട്ട് ആ വീടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ കഠിനാധ്വാനം ചെയ്യുന്നത്, അതെന്താ അവർ മനസ്സിലാക്കാത്തത്? അതെ, അതുകൊണ്ട് മോൾ ഇനി അത്തരം കാഴ്ചകളൊന്നും കാണാനായിട്ട് ഞങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കരുത്. ഞങ്ങൾക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുപോലെ മോൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളെ കാണാൻ ശ്രമിക്കരുതെന്ന് ഇങ്ങനെ കനകയും പറയുവാണേ. ഒന്നുകിൽ മോൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ അവിടെ നിൽക്കാം, പക്ഷെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇത് ആദർശേട്ടനെടുത്ത് തന്ന വീടാ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാം അച്ഛാ. അത് പിന്നെ മാറണമല്ലോ, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, എന്നാലും അച്ഛനും അമ്മ എന്തിനാ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതെന്ന് ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട്, ഇങ്ങനൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നത്തെ ദിവസം ആദർശേട്ടൻ്റെ അമ്മ മോളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നൊക്കെ കൃത്യമായിട്ട് നോക്കണമെന്ന് പറഞ്ഞത് ഗോവിന്ദേട്ടനാണ് അല്ലേ ഗോവിന്ദേട്ട എന്നിങ്ങനെ കനക ചോദിക്കുമ്പോഴത്തേക്കിനും നന്ദു ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, ഇനി എന്താണെങ്കിലും ആ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ചേച്ചി എന്നിങ്ങനെ പറയുവാണേ. അതുപോലെ തന്നെ അമ്മായിയമ്മ പരിഗണിക്കാത്ത ആ വീട്ടിലോട്ട് ചേച്ചി പോകുന്നതിനോട് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ എണീക്കുകയാണ്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനൊന്നും ഞങ്ങൾ എതിരെ നിൽക്കത്തില്ല. മോൾ ഇനി അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഇല്ലാന്ന് കരുതി വേണം നീ ജീവിക്കാൻ എന്നിങ്ങനെ ഗോവിന്ദൻ തറപ്പിച്ച് പറയുവാണേ. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക. അന്നത്തേക്കിനും ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മോൾ ഇവിടെ നിന്നോ, അവർ സ്നേഹത്തോടെ വന്ന് വിളിക്കുകയാണെങ്കിൽ മാത്രം മോള് പോയാൽ മതി എന്നിങ്ങനെ ഗോവിന്ദൻ തറപ്പിച്ച് വീണ്ടും പറയുകയാണേ. അല്ലെങ്കിൽ ആദർശ് വന്ന് വിളിച്ചാൽ പോലും മോള് പോകാൻ പാടില്ല എന്നിങ്ങനെ കർക്കശ നടപടിയുമായിട്ട് നിൽക്കുവാണേ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയും നന്ദുവൊക്കെ വഴി വെച്ച് കണ്ടാൽ തിരിഞ്ഞു നിന്ന് സംസാരിക്കേണ്ടി വരും. പക്ഷേ അച്ഛൻ്റെ ഭാഗത്തു നിന്നും അതുണ്ടാവില്ല. അപ്പോഴത്തേക്കും നമ്മുടെ നയനിങ്ങനെ അച്ഛൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. അച്ഛൻ എന്നെ അങ്ങനെ അവഗണിക്കാൻ പറ്റുമെന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്കിനും മോൾക്കത് മനസ്സിലാവുന്നില്ലേ, ഇനിയുള്ള എൻ്റെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ മോൾക്കത് ശരിയായിട്ട് മനസ്സിലായിക്കോളൂ എന്നിങ്ങനെ പറയുവാണേ. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നിങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കിനും നവ്യൊക്കെ ഇങ്ങനെ ആകെപ്പാടെ ടെൻഷനിലാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ കനകയുടെ മുഖത്ത് ചെറുതായിട്ടൊരു വളിച്ച ചിരിയൊക്കെ വന്നിട്ട് നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു എന്നുള്ളൊരു ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. നവ്യയുടെ അമ്മായിയമ്മ അവളോട് കാണിക്കുന്ന അനീതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നുമുണ്ട്. എന്നാൽ അതുപോലെയല്ല മോളുടെ കാര്യം. ഒരു കാര്യത്തിൽ മോളുടെ അമ്മായിയമ്മ മോളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ രക്തം തിളച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ മൂർത്തി സാറൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്. ഇനി എപ്പോഴെങ്കിലും ആദർശിൻ്റെ അമ്മ മോളെ വിളിക്കാൻ വന്നാൽ അവരോട് പറയാനുള്ളത് അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദു വന്നിട്ട് പറയുകയാണേ, ചേച്ചി അച്ഛൻ ഭയങ്കര കലിപ്പിലാണ്, അതുകൊണ്ട് ചേച്ചി പോകുന്നെങ്കിൽ പൊക്കോ. എൻ്റെ അച്ഛനും അമ്മയും നീയും ഒക്കെ എന്നെ കാണുമ്പോൾ ഇനി മുഖം തിരിച്ച് നടക്കുമെങ്കിൽ ഇനി ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകണത്, അങ്ങനെ ഞാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് പോവേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു കടുത്ത തീരുമാനം എടുക്കണമായിരുന്നോ ചോദിക്കുക. എന്ത്, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി, ഇത്രയും നാളായിട്ട് ഒരു മാറ്റം ഇല്ലെങ്കിലേ ഇങ്ങനത്തെയുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തേ പറ്റൂ എന്നിങ്ങനെ കനക പറയുവാണേ. നീ എങ്ങാനും ഇനി ഇതിനെ എതിർത്താലുണ്ടല്ലോ, നിൻ്റെ വയറ്റിലുള്ളൊരു കൊച്ചുണ്ടെന്നുള്ള കാര്യമൊന്നും അച്ഛൻ ഓർക്കത്തില്ല, ചിലപ്പോൾ നിനക്കും നല്ല തല്ല് കിട്ടിയേക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണല്ലോ, പ്രത്യേകിച്ച് നയനോട് ഇങ്ങനെ ചൂടാകുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അച്ഛന് നയനേച്ചി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് അമ്മായിയമ്മ നയനേച്ചി അവഗണിക്കുന്ന അച്ഛന് സഹിക്കാൻ പറ്റാത്തത്. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദു ഇങ്ങനെ കനകനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും കനക ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇത്തിരി കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ കാണിക്കാൻ നമ്മുടെ അഭിയാണ് കേട്ടോ. അഭി ഇങ്ങനെ സ്റ്റെപ്പ് കയറി മേലെ വരുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നവ്യ വിളിച്ചായിരുന്നു. ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുവാണേ, നമ്മുടെ നയനെ ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല, നമ്മുടെ അമ്മായി അവിടെ ചെന്ന് വിളിക്കാതെ നയനെ ഇനി ഇങ്ങോട്ടേക്ക് വിടില്ലെന്നാണ് അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുവേ.
അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നേരാണോ മോനെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എന്താ ജലജ പറയുന്നുണ്ട്, എന്താണെങ്കിലും അവളുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഏട്ടത്തി അവളെ സ്നേഹിക്കത്തൊന്നുമില്ല. എന്നാലും അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറയുന്നുണ്ടേ, പഴയതുപോലെ നമ്മുടെ ആദർശിൻ്റെ പേരും പറഞ്ഞിട്ട് ഏട്ടത്തി അവളെ വിളിച്ചുകൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ടേ, അങ്ങനെ വിളിച്ചാലും ഇനി ഏട്ടത്തിയെ ഇങ്ങോട്ടേക്ക് വിടില്ല. വിളിക്കുവാണെങ്കിൽ സ്നേഹത്തോടെ വിളിക്കണം, എങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വിടുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അമ്മായച്ഛൻ്റെയും അമ്മായിയമ്മയുടെയും നിർദ്ദേശം. അപ്പം നമ്മുടെ ജാനകി പറയുന്നുണ്ടേ, എങ്ങനെയാണെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു. അവളിപ്പോൾ പഴയതിനെ കഴിഞ്ഞും എല്ലാവരുടെ മനസ്സിലോട്ടും ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനെ കഴിഞ്ഞും മെയിനായിട്ടുള്ള മറ്റു വിഷയങ്ങളുണ്ട്. അവരിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറാണ്. ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ ആദർശേട്ടൻ്റെ സ്ഥാനം പോലും കൂടെ അവൾ കൈക്കലാക്കിയെന്നിരിക്കും. അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ അവരിവിടുന്ന് ഉടക്കി മാറി നിൽക്കുന്നത് തന്നെ നല്ലതെന്നിങ്ങനെ അഭി പറയുവാണേ. ജാനകി, ഏട്ടത്തിനെ തിളപ്പിക്കണം. ഒരു കാരണവശാലും ഏട്ടത്തി കോംപ്രമൈസിന് റെഡിയാവരുത്. അങ്ങനെയൊക്കെ പറയും. നമ്മുടെ ഇവിടുന്ന് നയന മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലും. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, എന്നാൽ ഏട്ടത്തിക്ക് നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ പറയുന്ന പോലെ അവളെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജലജ പറയുന്നുണ്ട്, എന്നാൽ അവളോട്ട് ഇങ്ങോട്ടേക്ക് മടങ്ങി വരാനും പോകുന്നില്ല. അപ്പം നമ്മുടെ അഭി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അമ്മേ. നയനയില്ലാതെ ഈ വീടും കമ്പനിയും ഒന്നും ചലിക്കാൻ പറ്റത്തില്ല. കമ്പനിയുടെ ചീഫ് ഡിസൈനർ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടിയുന്നത് മൂർത്തീസ് ജ്വല്ലറിയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവർ ഉടക്കി പിരിഞ്ഞു പോയാൽ അവരെ പൊന്നും വിലയ്ക്ക് കൊണ്ടുപോകാൻ പുറത്ത് ആൾക്കാരുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ ഗോവിന്ദനും ഈ കനകയും കൂടെ ബാർഗെയിൻ ചെയ്യുന്നത് എന്നിങ്ങനെ ജലജ പറയുവാണേ. അവളെ മറ്റേതെങ്കിലും കമ്പനിയിൽ പോയി ജോലി എടുത്തെന്നാൽ അതിൻ്റെ കിട്ടുന്ന വരുമാനം അവരുടെ വീട്ടുകാർക്കല്ലേ. അപ്പം നമ്മുടെ ജാനകി പറയുവാണേ, എന്നാലും നമുക്ക് അവളെ കൊണ്ടുള്ള ശല്യം തീരുമല്ലോ ജലജ എന്നിങ്ങനെ വെച്ച് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മരുമകൾക്ക് ഇവിടെ മനസമാധാനത്തോടു കൂടി ജീവിക്കാമല്ലോ. ഇതിപ്പോൾ ഏത് നിമിഷവും അവൾ ഇവിടുന്ന് പിണങ്ങി പോകാൻ സാധ്യതയുണ്ട് അവളുമാർ ഇവിടെ ഉണ്ടെങ്കിൽ എന്നിങ്ങനെ ജാനകി പറയുകയാണേ. ഏതായാലും ഞാൻ ഈ വാർത്ത അനാമിക മോളോടൊന്ന് പറയട്ടെ, അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അഭി മോളെന്നൊക്കെ ഉണ്ട് കേട്ടോ. ജാനകി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ജനജ അടുത്ത കൊനസ്റ്റുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന അനാമികേനെ ഇവിടുന്ന് തുരത്തണം. അവളുമാർ രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ഇവളെ തുരത്താനും എളുപ്പമാണ്. അതിന് നമ്മളൊരു വ്രതമായിട്ട് എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ചോദിക്കുക, നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുക. കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ അത്ര സുഖമായിട്ടല്ല ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നിങ്ങനെ അഭി പറയുവാണേ. നിനക്കെന്ത് പറ്റി എന്നിങ്ങനെ ജലജ ചോദിക്കുക. അത് പിന്നെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അമ്മ എന്നിങ്ങനെ അഭി പറയുവാണ്. വിക്കിയിട്ടാണ് പറയുന്നതും. ഒരു തലവേദന ഒഴിയുമ്പോഴത്തേക്കിനും അടുത്ത തലവേദന കൊടുങ്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുക. അമ്മ തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അഭി അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജലജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. മോളെ, ഒരു കാരണവശാലും ദേവയാനി ചേച്ചി അവളെ സ്നേഹിക്കാൻ പാടില്ല എന്നിങ്ങനെ അനാമികയോട് പറയുകയാണ്. അങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാകും. അങ്ങനെ സ്നേഹിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഗോവിന്ദനും കനകയും അനന്തപുരിയിലേക്ക് അവളെ മടക്കി അയക്കത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആദർശേട്ടന് അവളെന്ന് വെച്ച ജീവനമ്മേ. ഒരു നിമിഷം പോലും ആദർശേട്ടന് അവളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പോരാത്തതിന് അവൾ മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറുമാണ്. അപ്പം മകന് വേണ്ടിയിട്ട് അമ്മ കോംപ്രമൈസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവരുടെ സ്വഭാവം വെച്ചിട്ട് അവരുടെ മുന്നിൽ കോംപ്രമൈസിന് റെഡി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേണു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട രേവതി. അവൾക്ക് അന്ന് അവാർഡ് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കിന് അവളത് വേണ്ടെന്ന് പറഞ്ഞതല്ലേ. പിന്നെ അമ്മായിയമ്മ കീഴടങ്ങിയപ്പോഴല്ലേ അവൾ ആ അവാർഡ് ഏറ്റുവാങ്ങിയത്. അത് ശരിയാ മോളെ. അങ്ങനെയെങ്കിൽ അവളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഈ ഒരു കാരണം പറഞ്ഞിട്ട് അവിടുന്ന് എന്തെങ്കിലും മേടിച്ചെടുക്കാനായിരിക്കും. ഇപ്പോൾ അവർ താമസിക്കുന്ന വീട് തന്നെ ആദർശേട്ടൻ അവരുടെ അച്ഛൻ്റെ പേരിൽ മേടിച്ചു കൊടുത്തു എന്നൊരു പറച്ചിലുണ്ട് എന്നിങ്ങനെ അനാമിക പറയുവാണേ. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, അത് പിന്നെ വാടകയ്ക്കാണെന്ന് പറഞ്ഞതോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതി പറയുകയാണ്, അതൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കും. എന്താണെങ്കിലും ശരി, മോളുടെ അമ്മായിയമ്മയും അപ്പച്ചിയും ഒക്കെ ചേർന്നിട്ട് ദേവയാനിയെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും ഇനി അമ്മായിയമ്മ പോയിട്ട് മരുമകളെ വിളിച്ചുകൊണ്ട് വരരുത് എന്നിങ്ങനെ വേണു തറപ്പിച്ച് പറയുന്നുണ്ട്. എൻ്റെ വേണുവേട്ട ഇതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. ഇനി മോന് വേണ്ടിയിട്ട് അമ്മ നീക്കുപോക്കിന് റെഡി ആയാലേ ഇത്രയും കൂടി പവറോട് കൂടിയിട്ടായിരിക്കും നായന ഇനി തിരിച്ചു വരുന്നത്. പ്രസവത്തിന് പോയവളും അവളുടെ അനിയത്തിയും ഇനി ആ വീട്ടിലേക്ക് വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് അനാമിക പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ പറഞ്ഞൊരു നല്ല കാര്യമാണ്. ഭാര്യയുടെ മുന്നിൽ അമ്മായിയമ്മ തല താഴ്ത്തുന്നു എന്ന് പറയുന്നത് മിക്ക മക്കൾക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്.
അങ്ങനെ സംഭവിച്ചാ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു മോളെ എന്നിങ്ങനെ രേവതിയും പറയുന്നുണ്ടേ. ആദർശം അമ്മയ്ക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ പിന്നെ മോള് എന്നും കനകയുടെയും അമ്മയുടെയും കൂടെ അവിടെ വീട്ടിൽ നിന്നോളും. അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ പകുതി സമാധാനമാകും എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ടേ. അവൾ ആ സ്നേഹം നടിച്ച് എല്ലാവരെയും വശത്താക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എന്താണെങ്കിലും അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇന്നോ നാളെയോ പുറത്താകും. അതിനു മുന്നേ അവളുമാർ പുറത്താകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്തായിട്ട് കാണിക്കുന്ന നമ്മുടെ ദേവയാനിയും ജലജയുമാണ്. അവരിങ്ങനെ കയറി ഒത്തു കാണുക കേട്ടോ. അപ്പോഴത്തേക്കിനും പറയുകയാണ് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവരാണ് അവർ, ആ കനകയും ഗോവിന്ദനും. അപ്പം നമ്മുടെ ദേവയാനി എന്താന്ന് ചോദിക്കുന്നുണ്ട്. 7-ാം മാസത്തെ ചടങ്ങിന് അവിടുന്ന് എല്ലാവരും വന്നപ്പോൾ അമ്മായിയമ്മ അവരോട് മോശമായിട്ടാണ് പെരുമാറിയതെന്ന്, അതുകൊണ്ട് നയനയെ അവളുടെ അച്ഛനും അമ്മ ഇങ്ങോട്ടേക്ക് വിടത്തില്ലെന്ന് എന്നിങ്ങനെ പറഞ്ഞെന്ന് പറയും കേട്ടോ. അത് നിന്നോടാരാ പറഞ്ഞേ? നവ്യ അബിയെ വിളിച്ചപ്പോൾ അബിയ പറഞ്ഞെന്ന് പറയുവേ. അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ടേക്ക് വിടത്തില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊരു തരം ബ്ലാക്ക് മെയിലിംഗ് ആയിട്ടത്തെ. ആദർശില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നറിയാം. ആദർശിനും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം അവർ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നതാണ്. അവർ അടുത്ത ഡിമാൻഡും വെക്കുന്നുണ്ട്. നയന ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഏട്ടത്തി അവളെ പൊന്നുപോലെ നോക്കണമെന്നും കൂടിയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ദേവേനെ പറയുന്നുണ്ട് അതിന് വേറെ ആളെ നോക്കണം എന്നിങ്ങനെ പറയുവേ. അപ്പോൾ ജലജ പറയുന്നുണ്ട് ഏട്ടത്തി അങ്ങനെ തന്നെയാണ് പറയണ്ടേ, അല്ലാതെ ഈ തോന്നിവാസത്തിന് കൂടി നിൽക്കുകയല്ല വേണ്ടത്. ഇതിനു മുമ്പ് തന്നെ ഏട്ടത്തി ആദർശിൻ്റെ പേരും പറഞ്ഞു പോയി അവളെ വിളിച്ചത് വലിയ തെറ്റായിപ്പോയി. അപ്പോൾ ദേവയാനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ മരുമകളില്ലാതെ എനിക്ക് പറ്റില്ലടി, ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും അവളെ പോയി വിളിച്ചിരിക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏട്ടത്തി കനകനെ ഒന്ന് വിളിച്ച് നോക്ക്. ആ സമയത്ത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പം കനക വായി വന്നൊക്കെ വിളിച്ച് പറയാനും ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. മോശപ്പെട്ട വാക്കുകളൊക്കെ പറഞ്ഞെന്നും ഇരിക്കും, ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും വിളിച്ചെന്നും ഇരിക്കും. എന്നെയോ? അതിനുള്ള ധൈര്യം അവർക്കുണ്ടോ എന്നിങ്ങനെ ദേവയാനി തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ഒറ്റ ദിവസമേ പറയുള്ളൂ എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ അവളുടെ ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേക്കിനും അച്ഛനും അമ്മയ്ക്കും പറയണേ. ഇവിടെ നവ്യ പറഞ്ഞെന്ന് പറഞ്ഞ് അബിയല്ലേ പറഞ്ഞത്, 100% സത്യമായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഞാൻ അവളെ ഒന്ന് വിളിക്കാം, നയനേനെ വിളിക്കാം എന്നിങ്ങനെ പറയുവേ. ഇപ്പോൾ വീണ്ടും ജലജ പറയുന്നുണ്ട് കനകനെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ദേവയാനി പറയുന്നത് ഞാൻ നയനേനെ വിളിച്ചോളാന്ന്. ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ആ കുറുക്കനും എതിരായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുക കുറുക്കനോ? ഈ കുറുക്കന്മാർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെ ഒരു 1.5 കുറുക്കനുണ്ട്, ഗോവിന്ദൻ. അയാൾ ഒരുത്തനാണ് പിന്നിൽ നിന്ന് കളിക്കുന്നത്. അയാൾക്ക് മക്കളെ മുൻനിർത്തി പൈസ മേടിക്കണം. ഇപ്പം തന്നെ ചുളുവിന് വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. വാടക കൊടുക്കുന്നത് ആദർശനെയല്ലേ. പിന്നെ നയന ഇപ്പം 5 ശമ്പളക്കാരിയല്ലേ. അവൾ കൊടുത്താൽ നമ്മുടെ പൈസ തന്നെയല്ലേ. എന്താണെങ്കിലും ഏട്ടത്തി വിളിച്ച് കാര്യം ഒന്ന് അറിയാൻ ശ്രമിക്കേ. അഭി പറഞ്ഞത് സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ തിളപ്പിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി ജലജ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്